ഒന്നാം പുഷ്പ ദി റൈസ് പോലെ തന്നെയാണ് രണ്ടാം പുഷ്പ ദി റൂളും. അടിയുണ്ട്, ഇടിയുണ്ട്, വെടിയുണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, കുടുംബമുണ്ട്, കള്ളക്കടത്തുമുണ്ട്. ആകെ കൂടി തെലുങ്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. തെലുങ്കർക്ക് മാത്രമല്ല, സിനിമ എന്ന രീതിയിൽ തമിഴർക്കും മലയാളികൾക്കും കന്നഡികർക്കും ഹിന്ദിക്കാർക്കും ബംഗാളികൾക്കുമെല്ലാം പുഷ്പ ആസ്വദിക്കാനാകും. ദക്ഷിണേന്ത്യൻ സിനിമകൾ പാൻ ഇന്ത്യൻ സിനിമകളാകുന്ന കാലത്ത് ശതകോടികൾ മുടക്കി സഹസ്ര കോടികൾ കൊയ്യുന്ന മാജിക് ആണല്ലോ അടുത്ത കാലത്ത് ഹിന്ദി ചലച്ചിത്രങ്ങളെ പിന്നിലാക്കി ദക്ഷിണേന്ത്യൻ സിനിമകൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നത്. അഭിനയത്തിലും സാങ്കേതിക തികവിലുമെല്ലാം ഈ മുന്നേറ്റം ഏറെ പ്രകടനമാണ്. സംവിധാനം, സംഘടനം, സംഗീതം, ആദ്യ പുഷ്പ പോലെ 3 സംഗതികൾ ചേരുംപടി ചേർത്ത് അതോടൊപ്പം മറ്റു മികവുകളും കൂടി അളവ് തെറ്റാതെ പാകപ്പെടുത്തി വഴറ്റിയെടുത്ത് തിയേറ്ററിൽ എത്തിച്ചപ്പോൾ ആളുകൾ കാത്തിരുന്നത് വെറുതെയായില്ല. ക്യാമറയും എഡിറ്റിംഗും ഉൾപ്പെടെ കാഴ്ചക്കാരെ തീരെ മടുപ്പിക്കാത്തതാണ് ദൃശ്യങ്ങൾ. പുഷ്പ ഒന്നിലേതുപോലുള്ള രക്തചന്ദനക്കടത്ത് രംഗങ്ങൾ ഉണ്ടെങ്കിലും അവയും പരമാവധി വ്യത്യസ്തമാക്കാൻ രചയിതാവും സംവിധാനവുമായ സുകുമാർ ശ്രമിച്ചിട്ടുണ്ട്. പൂർണ്ണമായും അല്ലു അർജുൻ സിനിമയാണ് പുഷ്പ എങ്കിലും പുഷ്പ 2 ദി റൂൾ അഭിനയം കൊണ്ട് അടക്കി പാടുന്നത് ഫഹദ് ഫാസിലാണ്. പുഷ്പ 1 ദി റൈസിൽ ചെറിയ ഭാഗത്ത് വന്ന് പ്രേക്ഷക പ്രതീക്ഷ വളർത്തിയ ഫഹദ് രണ്ടാം ഭാഗത്തിൽ അത് കാത്തുവെച്ചിട്ടുണ്ട്. തന്റെ മാരകമായ അഭിനയ വേർഷനാണ് ബൻവർ സിംഗ് ഷെഖാവത്ത് എന്ന മൊട്ട പോലീസിലൂടെ ഫഹദ് പുറത്തെടുത്തിരിക്കുന്നത്. പുഷ്പരാജും ഷെഖാവത്തും നേർക്കുനേർ വരുന്ന നിരവധി രംഗങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് പുഷ്പ ദി റൂൾ. ഷെഖാവത്തിന് തോൽവി സംഭവിക്കുമെന്നത് നായക സിനിമയിലെ സ്വാഭാവിക നീതിയാണെങ്കിലും അയാൾ വില്ലനൊന്നുമല്ല. കാഴ്ചക്കാർക്ക് അയാളോട് ദേഷ്യം തോന്നുകയുമില്ല. പകരം അയാൾ ഒരിക്കലെങ്കിലും ജയിക്കണമെന്ന് തോന്നാനും മതി. അത്രയും മികച്ച ചേഷ്ടകളിലൂടെ ഷെഖാവത്ത് പ്രേക്ഷകരെ തന്റെ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നുണ്ട്. കള്ളക്കടത്തുകാരോടൊപ്പം ഫോട്ടോ എടുത്താൽ തന്റെ രാഷ്ട്രീയ ഭാവി അപകടത്തിലാകുമെന്ന് തിരിച്ചറിയുന്ന മുഖ്യമന്ത്രി അത് നയത്തിലൂടെ പരിഹരിക്കുന്നതിന് പകരം പരസ്യമായി പ്രഖ്യാപിച്ചതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കമിടുന്നത്. മുഖ്യമന്ത്രിയോടൊപ്പം തന്റെ ഭർത്താവ് പുഷ്പയുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ വീട്ടിലെ സ്വീകരണ മുറിയിൽ ഭിത്തിയിൽ തൂക്കാമെന്ന ഭാര്യ ശ്രീവല്ലിയുടെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹമാണ് സംസ്ഥാന രാഷ്ട്രീയത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്നത്. അവളത് അറിയുന്നില്ലെങ്കിലും. യുക്തിയോടെ കണ്ണട വെച്ച് കാണാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സിനിമയല്ല പുഷ്പ 2 ദി റൂൾ. പുഷ്പ 1 ദി റൈസും അങ്ങനെ തന്നെയായിരുന്നല്ലോ. ഇനി വരാനിരിക്കുന്ന പുഷ്പ 3 റാംപേജും ഇതേ രീതിയിൽ തന്നെയായിരിക്കാം പഴുതെടുക്കുന്നത്. കാഴ്ചക്കോ കേൾവിക്കോ ബുദ്ധിക്കോ യാതൊരു പരിധിയും നിശ്ചയിക്കാതെ കണ്ണും കാതും മനസ്സും തുറന്നു വെച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തും രണ്ടാമത്തെ പുഷ്പയും. സിനിമയുടെ തുടക്കത്തിൽ ജപ്പാനീസ് തുറമുഖത്ത് വെച്ച് നടക്കുന്ന ഒരു സംഘടനരംഗം മാത്രം മതി സിനിമയുടെ ഗതി എന്തെന്ന് കാഴ്ചക്കാർക്ക് ബോധ്യപ്പെടാൻ. ഒരു മനുഷ്യന്റെയും ജീവിതകാലത്ത് ഒരിക്കലും നടത്താൻ സാധിക്കാത്തത്രയും ഭാവനാസമ്പന്നമായ സംഘടന രംഗം മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അത്തരമൊരു സംഘടനത്തിന് ശേഷം നായകൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ച് കുഴഞ്ഞു പോയേക്കാവുന്ന പ്രേക്ഷകനെ വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടുത്തിയെടുക്കുന്നുണ്ട് സംവിധായകൻ. നായകനും പ്രേക്ഷകനും തിരക്കഥാകൃത്തും സംവിധായകനും ഒറ്റ ഷോട്ട് മാറ്റത്തിലൂടെ പരസ്പരം രക്ഷപ്പെടുകയും ആശ്വസിക്കുകയും ചെയ്യും. സിനിമയിലെ എല്ലാ സംഘടനകളിലും ഇത്തരത്തിൽ വ്യത്യസ്തമായതും കാണാൻ മികവുള്ളതുമാണ്. അല്ലു അർജുൻ ആരാധകർക്ക് സീറ്റിലിരുന്ന് ഈ സംഘടനകളൊന്നും കണ്ടു തീർക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവരെന്തായാലും ഇരുന്ന സീറ്റിൽ നിന്നും ഉയർന്നു താഴും. എന്നാൽ അല്ലു അർജുൻ ആരാധകരല്ലാത്ത സാധാരണ സിനിമാ പ്രേക്ഷകർക്കും സംഘടനകൾ സുഖമായി ആസ്വദിക്കാനാകും. അത്രയും സാങ്കേതിക തികവോടെയാണ് രംഗങ്ങൾ സംവിധാനിച്ചിട്ടിരിക്കുന്നത്. പുഷ്പ 1 ദി റൈസിലെ ശ്രീവല്ലിയെ കണ്ടവർക്ക് പുഷ്പ 2 ദി റൂളിലെ ശ്രീവല്ലിയെ അത്രക്കങ്ങ് ദഹിക്കണമെന്നില്ല. ഒന്നാം പുഷ്പയിലെ കടുകു വറക്കുന്ന ശ്രീവല്ലി രണ്ടാം പുഷ്പയിലെത്തുമ്പോഴേക്കും അടങ്ങിയൊതുങ്ങി പോകുന്നുണ്ട്. കാമുകിയിൽ നിന്നും ഭാര്യയിലേക്കുള്ള മാറ്റം. സംഘടനരംഗങ്ങൾ പോലെ എടുത്തു പറയേണ്ടവയാണ് സിനിമയിലെ നൃത്തരംഗങ്ങളും. മികച്ച കൊറിയോഗ്രാഫിയാണ് പുഷ്പ 2 ദി റൂളിനായി ഒരുക്കി വെച്ചിരിക്കുന്നത്. എല്ലാ നൃത്തരംഗങ്ങളും നിറപ്പകിട്ടാർന്നതും മികവുറ്റ ചലനങ്ങളും കോർത്തിണക്കിയതാണ്. 3 മണിക്കൂറും 20 മിനിറ്റും നിറുന്ന പുഷ്പയാണ് പുഷ്പ 2 ദി റൂളിലെ പ്രധാന വില്ലൻ. ആദ്യ പുഷ്പയ്ക്ക് 3 മണിക്കൂറിന് 5 മിനിറ്റാണ് കുറവെങ്കിൽ രണ്ടാം പുഷ്പ അതിനേക്കാൾ അരമണിക്കൂറോളം നീട്ടിയിട്ടുണ്ട്. പുഷ്പയുടെ ദൈർഘ്യം കാഴ്ചക്കാരെ ബോറടിപ്പിക്കില്ലെങ്കിലും ഇത്രയധികം സമയം സിനിമ നിലയേണ്ടതുണ്ടോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നേക്കാം. ചില ഭാഗങ്ങളുടെ ഡീറ്റെയിലിങ്ങുകൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ ചലച്ചിത്രത്തിന്റെ ദൈർഘ്യം കുറച്ചു അല്പം കൂടി ആസ്വദിക്കാൻ സാധിക്കുമായിരുന്നു. മൈത്രി മൂവി മേക്കേഴ്സും സുകുമാർ റൈറ്റിംഗ്സും ചേർത്താണ് പുഷ്പ 2 ദി റൂൾ നിർമ്മിച്ചിരിക്കുന്നത്.